www.hubburrasool.net. കയ്യിൽ ഒന്നുമില്ല, പക്ഷേ അയാൾക്ക് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്, അയാൾക്ക് കടമായിട്ട് കിട്ടാനുണ്ട്. എന്നാൽ ഇപ്പം അയാൾ എന്താന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിത ചെലവിന് വഴിമുട്ടി നിൽക്കുന്നു, ആരും കടം കൊടുക്കുന്നില്ല. ഹലാലായ നിലയ്ക്ക് അയാൾക്ക് കടം കിട്ടാനില്ല, കിട്ടാനുള്ള സംഖ്യ ഇപ്പൊ കിട്ടുന്നില്ല. അയാൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ? സക്കാത്ത് വാങ്ങാൻ പറ്റും. കടത്തിന് സക്കാത്തുണ്ടോ ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. കിട്ടാനുള്ള കടത്തിന് സക്കാത്തുണ്ടോ? ഉണ്ട്. കിട്ടാനുള്ള കടത്തിന് സക്കാത്തുണ്ട്. ഒരാൾ 1,00,000 രൂപ 10 ലക്ഷം രൂപ കടം കൊടുത്താൽ വർഷാവർഷങ്ങളിൽ സക്കാത്ത് കൊടുത്തുകൊള്ളണം. 2.5% സക്കാത്ത് കൊടുത്തുകൊള്ളണം. 2.5% സക്കാത്ത് കൊടുത്തുകൊള്ളണം. കിട്ടാക്കടമാണെങ്കിൽ വർഷാവർഷം കൊടുക്കൽ നിർബന്ധമില്ല, കിട്ടിയിട്ട് കൊടുത്താൽ മതി. പക്ഷേ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി കഴിഞ്ഞ കൊല്ലങ്ങളുടെ സക്കാത്തൊക്കെ കൊടുക്കേണ്ടി വരും. കൈമോശം വന്ന സാധനം, അപഹൃതമായ സാധനം, കിട്ടാക്കടം എല്ലാം കിട്ടിയിട്ട് കൊടുത്താൽ മതി. പക്ഷെ കിട്ടിയിട്ട് കൊടുക്കുമ്പോൾ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി ഗതകാല വർഷങ്ങളിലെ സക്കാത്ത് കണക്കുകൂട്ടി കൊടുത്തുകൊള്ളേണ്ടതാകുന്നു. കടം ബാധ്യത ഉണ്ട് എന്നതുകൊണ്ട് സക്കാത്തിന് വല്ല വിട്ടുവീഴ്ചയുമുണ്ടോ? ഇല്ല. ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരാൾക്ക് കടബാധ്യതയുണ്ട് എന്നതുകൊണ്ട് സക്കാത്തിൽ നിന്ന് ഒഴിവ് വരുന്നില്ല. 1,00,000 രൂപ സക്കാത്ത് കൊടുക്കാനുണ്ട്, 1,00,000 രൂപ കടമുണ്ട്. പക്ഷേ കടം സക്കാത്തിന്റെ അവധി വരും മുമ്പ്, വർഷം തികയും മുമ്പ് കടം വീട്ടിയെങ്കിൽ അവന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ വർഷം തികഞ്ഞു പോയാൽ സക്കാത്ത് കൊടുത്തുകൊള്ളണം. കടം സക്കാത്തിന് തടസ്സമല്ല എന്നതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം. വരുമാനമില്ലാത്ത കെട്ടിടങ്ങളും പറമ്പുകളും സ്ഥലങ്ങളുമുണ്ട്, അയാൾക്ക് സക്കാത്തിന് അവകാശമുണ്ടോ? ഒരാൾക്ക് കുറെ സ്ഥലങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, പക്ഷെ വരുമാനമൊന്നുമില്ല. അയാൾക്ക് സക്കാത്ത് വാങ്ങാമോ? സക്കാത്ത് വാങ്ങാൻ പറ്റുകയില്ല. അയാൾക്ക് ആവശ്യത്തിലേറെ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം വിറ്റുകൊണ്ട് ജീവിക്കാം, ജീവിതത്തിന് മാർഗമുണ്ടാക്കാം. വീട് ആവശ്യത്തിലേറെ വലിപ്പമുള്ള വലിയ വീടാണെങ്കിൽ ആ വീട് വിറ്റ് തനിക്ക് ഫിറ്റായ ഉചിതമായ ഒരു വീട് വാങ്ങി അയാൾക്ക് ഉപജീവന മാർഗമുണ്ടാക്കാം. അതുകൊണ്ട് ആവശ്യത്തിലേറെ വലിപ്പമുള്ള വീട്ടിന്റെ ഉടമസ്ഥൻ അയാൾ ഫക്കീറോ മിസ്കീനോ അല്ല. ആവശ്യത്തിലേറെ സ്ഥലം ഉടമാവകാശത്തിലുള്ളവൻ ഫക്കീറോ മിസ്കീനോ അല്ല. അതുകൊണ്ട് അയാൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കി.